കേരള പദയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂരിലും വയനാട്ടിലും വടകരയിലും പര്യടനം പൂർത്തിയാക്കി തെക്കൻ കേരളത്തിലേക്ക് വന്ന ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അതിന്റെ വിജയകരമായ പര്യടനം പൂർത്തിയാക്കി ദേശിംഗ നാട്ടിലേക്ക് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഈ പദയാത്രയ്ക്ക് പോയിടത്തെല്ലാം അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയാണ്, ജനങ്ങളുടെ സഹകരണമാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനപിന്തുണയ്ക്കുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കേരളം ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള സ്വീകരണം. പിണറായി വിജയൻ യാത്ര നടത്തിയത് പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളെ ഉച്ചവേലിൽ നിർത്തിയും തൊഴിലുറപ്പ് തൊഴിലാളികളെ വണ്ടി വിളിച്ച് അവരെ ജോലിയിൽ നിർത്തി കൂട്ടിക്കൊണ്ടുവന്നു. അംഗൻവാടി ടീച്ചർമാരെയും ആശാ വർക്കർമാരെയും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. കുടുംബശ്രീയിലെ പാവപ്പെട്ട അമ്മമാരെ സാരി ഉടുപ്പിച്ച് കൊണ്ടുവന്നുമാണ് പിണറായി വിജയന്റെ നവകേരള സദസ്സ് നടത്തിയതെങ്കിൽ സ്വമേധയാ ഒരു ചായ പോലും കൊടുക്കാതെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ആയിരങ്ങളാണ് അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ശ്രീ നരേന്ദ്രമോദിയിൽ തങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പദയാത്രയോട് അണിനിരക്കുകയാണ്. ഇന്നലെ പത്തനംതിട്ടയിൽ പദയാത്ര നടക്കുമ്പോൾ എല്ലാവരെയും സ്പർശിച്ച ഒരു രംഗം ഞാൻ കാണുകയുണ്ടായി. 75 വയസ്സുള്ള ഒരു അമ്മ തലയിൽ തൊപ്പിയും ഷാളും ധരിച്ച് പദയാത്ര തുടങ്ങിയ സ്ഥലം മുതൽ പദയാത്ര അവസാനിക്കുന്ന സ്ഥലം വരെ ഉച്ചത്തിൽ മോദിജിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു കയ്യിൽ മോദിജിയുടെ പ്ലക്കാർഡുമായി നടന്നു പോകുന്ന ചിത്രം ഇന്ന് വൈറലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു മാറ്റത്തിന്റെ സൂചനയാണ്. കേരളം ഈ രണ്ട് മുന്നണികളിൽ നിന്നും മോചിതരാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. 7 പതിറ്റാണ്ട് കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ, മാസപ്പടിക്കും സഹകരണ കൊള്ളയ്ക്കും അഴിമതിക്കും അവസാനം കാണാൻ പ്രിയപ്പെട്ടവരെ ഇനി മോദിയോടൊപ്പം അണിനിരക്കുക എന്നുള്ള സന്ദേശമാണ് ഈ പദയാത്ര ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം. കേരളത്തിന് മാത്രം മാറാതിരിക്കാനാവില്ല എന്നുള്ള സന്ദേശമാണ് കേരള പദയാത്ര നൽകുന്നത്. 99% ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗോവയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ എല്ലാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എൻഡിഎക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിന് മാത്രം ഇനി അധിക നാൾ കാത്തിരിക്കാനാവില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് പ്രിയപ്പെട്ടവരെ കേരള പദയാത്ര നൽകുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും മാസപ്പടിയും കൈമുതലാക്കിയ രണ്ട് മുന്നണികളെയും പാഠം പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ജനങ്ങൾ ഏപ്രിൽ മാസം വരെ കാത്തിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉപയോഗിച്ച് ജനങ്ങളെ വഞ്ചിച്ച് കപട വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വരികയും അധികാരമേറിയാൽ ഉടനെ ഖജനാവ് കൊള്ളയടിക്കുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന പതിവ് പരിപാടി അവസാനിപ്പിക്കാൻ കേരളം തയ്യാറെടുക്കുകയാണ്. ഇരു മുന്നണികളെയും കേരളം ബഹിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, അതിശയോക്തിയോടുകൂടി സംസാരിക്കുന്നതല്ല. രണ്ട് മുന്നണികളും പരസ്യമായി കോൾ കൊടുത്തിട്ടും കേരളം അത് നിരാകരിച്ച സംഭവം 2 ആഴ്ച മുമ്പ് നമ്മുടെ മലയാളക്കരയിൽ ഉണ്ടായി. അയോധ്യയിലെ ചരിത്ര പ്രസിദ്ധമായ പ്രാണപ്രതിഷ്ഠ, ഭഗവാൻ ശ്രീരാമലല്ലയുടെ തിരിച്ചുവരവ്, 500 വർഷത്തിന് ശേഷം അയോധ്യയിൽ നിർബന്ധിത വനവാസം അവസാനിപ്പിച്ച് ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുന്ന ദിവസം ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങളോട് ഈ പ്രാണപ്രതിഷ്ഠയോട് പരശുരാമ ക്ഷേത്രമായിട്ടുള്ള കേരളം സർവാത്മന സഹകരിക്കണമെന്ന് മലയാളികളോട് അഭ്യർത്ഥിച്ചു. അക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയും വൈകുന്നേരം വീടുകളിൽ ദീപം ജ്വലിപ്പിച്ചും
പകൽ സമയത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കൂട്ടപ്രാർത്ഥനകൾ നടത്തിയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഒരു ഉത്സവമാക്കി മാറ്റണമെന്ന് വിവിധ സംഘടനകൾ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം തന്നെ എതിർത്തു. ഇതിനോട് സഹകരിക്കാൻ പാടില്ല, ഇത് വർഗീയമാണ് എന്നുള്ള കള്ളപ്രചരണം ആദ്യമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു. മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഈ രാജ്യത്ത് ഏറെക്കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി അവരും ബഹിഷ്കരിച്ചു. പ്രാണപ്രതിഷ്ഠയോട് ഞങ്ങൾ സഹകരിക്കില്ല, അയോധ്യയിലേക്ക് ഞങ്ങൾ പോവില്ല, അക്ഷരം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല, വീടുകളിൽ ഞങ്ങൾ വിളക്കുകൾ കൊളുത്തില്ല. എന്തായിരുന്നു പ്രതിഫലനം? LDF-ലെ 8 പാർട്ടികളും UDF-ലെ 8 പാർട്ടികളും ഒന്നിച്ച് ആഹ്വാനം കൊടുത്തിട്ടും പ്രിയപ്പെട്ടവരെ മലയാളക്കാർ അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം. രണ്ട് മുന്നണികളുടെയും ഇൻഡാസിനെ മറികടന്നുകൊണ്ട് SNDP-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, NSS-ന്റെ ജനറൽ സെക്രട്ടറി ആരാധ്യനായ സുകുമാരൻ നായർ, ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി ദിനകരൻ ഉൾപ്പെടെ എല്ലാ ഹിന്ദു സംഘടനകളും പറഞ്ഞു, ഞങ്ങൾ പ്രാണപ്രതിഷ്ഠയോടൊപ്പമാണ്, ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്, ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പ്രാണപ്രതിഷ്ഠാ ദിനം നാമജപങ്ങൾ നടത്തും, വൈകുന്നേരം വീടുകളിലും സ്ഥാപനങ്ങളിലും ദീപം കൊളുത്തും. പട്ടികജാതി സംഘടനകൾ പറഞ്ഞു, പട്ടികവർഗ സംഘടനകൾ പറഞ്ഞു, വിശ്വകർമ്മ സമുദായക്കാർ പറഞ്ഞു, വെള്ളാള സമുദായക്കാർ പറഞ്ഞു, ധീവര സമുദായക്കാർ പറഞ്ഞു. കേരളത്തിലെ ഭൂരിപക്ഷ ജനതയെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ ചാലിച്ച് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ലക്ഷക്കണക്കിന് വീടുകൾ സ്വമേധയാ അക്ഷതങ്ങൾ ഏറ്റുവാങ്ങി. 50 ലക്ഷത്തിലേറെ വീടുകളിൽ കേരളത്തിൽ ദീപം തെളിഞ്ഞ ഒരു ചരിത്ര സംഭവം ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം രണ്ട് മുന്നണികളും എതിർത്താലും ഞങ്ങൾ മോദിയോടൊപ്പമാണ്, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോടൊപ്പമാണ്, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഞങ്ങൾ പിന്തുണയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഇരു മുന്നണികളോടും, കേരളത്തിലെ രണ്ട് മുന്നണികളോടും ജനങ്ങൾ ടാറ്റ ബൈ ബൈ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു, LDF-നെയും UDF-നെയും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ട് മുന്നണികളും ഇന്നലെ കേരളത്തിന്റെ ബഡ്ജറ്റായിരുന്നു. കുമ്മനം ഇവിടെ സംസാരിച്ച് കാണും, അനിൽ ആന്റണിയും സംസാരിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചുക്കും നമുക്ക് തന്നില്ല, ജനങ്ങൾക്കൊന്നും തന്നില്ല. ജനങ്ങളെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഒരു നടപടിയില്ല, ജനങ്ങൾക്ക് പുതിയ ആനുകൂല്യങ്ങളില്ല, പ്രഖ്യാപനങ്ങളില്ല. കശുവണ്ടി തൊഴിലാളികൾ ലക്ഷക്കണക്കിനുള്ള ജില്ലയാണ് ഇവിടെ. ധനകാര്യമന്ത്രി ഈ ജില്ലക്കാരനാണ്. എല്ലാ കൊല്ലവും LDF കശുവണ്ടി തൊഴിലാളികളുടെ പാക്കേജിനെ കുറിച്ച് പറയും, പറയുന്ന കാര്യം പാലിക്കില്ല. അടുത്ത ബജറ്റിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വീണ്ടും വെക്കും. അതല്ലേ കണ്ടത്? ഇന്നലെയും ഒരു ലജ്ജയുമില്ലാതെ ബാലഗോപാൽ കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കാൻ പുതിയ പാക്കേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് 8 കൊല്ലമായിട്ട് കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിയാതെ പോയത്? മിസ്റ്റർ ബാലഗോപാൽ, നിങ്ങൾ ഇന്നിരിക്കുന്ന ഈ അധികാര സോപാനങ്ങളുണ്ടല്ലോ, നിങ്ങൾ പണിത് കൂട്ടിയ രമ്യഹാർമ്യങ്ങളുണ്ടല്ലോ, അധികാരത്തിന്റെ ഈ എല്ലാം നിങ്ങൾ 1.5 കോടിയുടെ ബസ്സും എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ ഇവിടുത്തെ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളും സാധാരണ കർഷക തൊഴിലാളികളും അവരുടെ രക്തവും വിയർപ്പും നൽകിയാണ് ഈ ചെങ്കൊടിയെ അധികാരത്തിലെത്തിച്ചത് എന്ന് നിങ്ങൾ മറക്കണ്ട. ആ ജനത തീരുമാനിച്ചാൽ നിങ്ങളുടെ അധികാര കസേരകളെല്ലാം ഇവിടെ തട്ടിത്തടഞ്ഞു വീഴും. നിങ്ങൾ കെട്ടിപ്പൊക്കിയ രമ്യഹാർമ്യങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ്. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും 20 കള്ളന്മാരും ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ദില്ലിയിൽ ചെയ്യാൻ പോകുന്നത്? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? കേരളത്തിന്റെ ഖജനാവിന് ഒരു 10 കോടി രൂപ കൂടി നഷ്ടമാവും. MLA-മാരുടെ ടിക്കറ്റ്, മന്ത്രിമാരുടെ ടിക്കറ്റ്, അവരുടെ പേഴ്സണൽ സ്റ്റാഫുമാരുടെ ടിക്കറ്റ്, ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാരുടെ ടിക്കറ്റ്, അതെല്ലാം സർക്കാർ ഖജനാവിൽ നിന്ന് വിമാന ടിക്കറ്റ് എടുത്ത് അവർ ദില്ലിയിലേക്ക് പോവുകയാണ്. കേരളത്തെ സഹായിക്കാനല്ല. കേരളത്തിൽ ഉണ്ടാക്കിയ ദുരിതങ്ങളെല്ലാം ഞങ്ങളുടെ കുറ്റമല്ല, മോദിയുടെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാജ പ്രചാരണത്തിലാണ് മുഖ്യമന്ത്രിയും സംഘവും ഏർപ്പെട്ടിരിക്കുന്നത്.
അതിവിടെ നടപ്പില്ല എന്ന് പറയാനാണ് കേരള പദയാത്ര കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നത്. നരേന്ദ്രമോദി സഹായിച്ചതുപോലെ കേരളത്തിലെ ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയും സഹായിച്ചിട്ടില്ല. നരേന്ദ്രമോദി നൽകിയതുപോലെ പണം കേരളത്തിൽ ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിയും സർക്കാരും നൽകിയിട്ടില്ല. നരേന്ദ്രമോദി നൽകിയതുപോലെ പദ്ധതികൾ ഇന്നേ വരെ കേരളത്തിൽ ഒരു പ്രധാനമന്ത്രിയും നൽകിയിട്ടില്ല. നരേന്ദ്രമോദി നൽകിയതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ ഇന്നേ വരെ ഒരു സർക്കാരും കേരളത്തിൽ നൽകിയിട്ടില്ല. കേരളത്തിനെല്ലാം വാരിക്കോരി നൽകിയ സർക്കാരാണ് ദില്ലിയിലിരിക്കുന്ന സർക്കാർ. ഫൈനാൻസ് കമ്മീഷൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ധനസഹായം കേരളത്തിന് നൽകിയതാണ്. UDF-കാര് അവര് സത്യം മറച്ചു വെക്കുകയാണ്. നിങ്ങളുടെ MP ഉണ്ടല്ലോ പ്രേമചന്ദ്രൻ, അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എന്താണ് കേരളത്തിന് കേന്ദ്രം ചെയ്യുന്നതെന്ന്. പക്ഷേ വഞ്ചനാപരമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ്. നരേന്ദ്രമോദി കേരളത്തെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് BJP-ക്ക് നേട്ടമാവുമോ എന്നവർ ഭയപ്പെടുകയാണ്. എന്താണ് MP ചെയ്തുകൊണ്ടിരിക്കുന്നത്? 562 കോടി രൂപയുടെ റെയിൽവേ വികസനം നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ. ഞാൻ നോക്കുമ്പോൾ, ഞാൻ തീവണ്ടി ഇറങ്ങുമ്പോൾ എല്ലാ സ്ഥലത്തും ചിരിച്ചുകൊണ്ടിരിക്കുന്ന 10 വർഷം പ്രായം കുറഞ്ഞ NK പ്രേമചന്ദ്രന്റെ ചിത്രങ്ങൾ അടിച്ചു വെച്ചിരിക്കുക. എന്തിനാണ് സാർ നിങ്ങൾ പിണറായി വിജയനെ പഠിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ 8 കാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം ഇവിടെ നടക്കുന്നത്? ഇവിടെ കൊണ്ടുവരുന്ന വികസനമെല്ലാം ഞാൻ കൊണ്ടുവരുന്നതാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ്? നിങ്ങൾ കൊണ്ടുവരുന്നതാണോ? നിങ്ങൾ കൊണ്ടുവരുന്നതാണെങ്കിൽ കോഴിക്കോട് 1560 കോടി രൂപയുടെ വികസനം വരില്ലല്ലോ. നിങ്ങൾ കൊണ്ടുവരുന്നതാണെങ്കിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന് 2000 കോടി രൂപയുടെ വികസനം വരില്ലല്ലോ. നിങ്ങൾ കൊണ്ടുവരുന്നതാണെങ്കിൽ കോട്ടയത്തിന് വരില്ലല്ലോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നവീകരിച്ച് ഒരു പഞ്ചനക്ഷത്ര മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളാക്കി മാറ്റാൻ തീരുമാനമെടുത്തത് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർക്കാരാണ്, NDA-യുടെ സർക്കാരാണ്. ഈ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ മിസ്റ്റർ പ്രേമചന്ദ്രൻ? കൊല്ലം ബൈപ്പാസിന്റെ പണി ആരംഭിച്ചത് 45 കൊല്ലം മുമ്പാണ്. നിങ്ങളെ സർക്കാർ ഭരിച്ചു, അപ്പുറത്തുള്ള സർക്കാർ ഭരിച്ചു. നിങ്ങൾ 10 കൊല്ലം MP ആയി. എന്തുകൊണ്ട് നരേന്ദ്രമോദി വരേണ്ടി വന്നു കൊല്ലം ബൈപ്പാസിന്റെ പണി പൂർത്തിയാക്കാൻ എന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ ഫ്ലക്സ് ബോർഡ് വെക്കണം. ഇല്ലെങ്കിൽ ബോർഡ് വെക്കുമ്പോൾ ഒരു മോദിയുടെ പടം കൂടി വെക്കണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ MP-മാർ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിർഗുണ പരബ്രഹ്മങ്ങളായിട്ടുള്ള MP-മാരാണ്. കേരളത്തിൽ ഒന്നും ചെയ്യാത്ത MP-മാരാണ്. 20 എണ്ണം ഇവിടുന്ന് പോയിരിക്കുന്നു. എന്താ ജോലി? ഓണറേറിയം വാങ്ങുക, യാത്രാപ്പടി വാങ്ങുക, തിങ്കളാഴ്ചയും ബുധനാഴ്ചയും പാർലമെന്റിന് മുമ്പിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സമരം നടത്തുക, ധർണ. ഇതല്ലാതെ ഇവരെന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തത്? കഴിഞ്ഞ ദിവസം ബജറ്റായിരുന്നു. കേരളത്തിലെ MP-മാരുടെ ഒരു യോഗം നടന്നിട്ടുണ്ടോ? ഇവിടെ റെയിൽവേ കേരളത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു. ഇവിടെ ബാലഗോപാലൻ ബജറ്റ് അവതരിപ്പിച്ചു. കേരളത്തിലെ MP-മാരുടെ ഒരു യോഗം നടന്നിട്ടുണ്ടോ? കേരളത്തിൽ എന്തെല്ലാം വികസന താല്പര്യങ്ങളുണ്ട് എന്നിവിടെ ഒരു ഹോംവർക്ക് നടന്നിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ MP-മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദിയെ ബള്ള് പറയാനാണോ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ദില്ലിയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചത്? കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളെല്ലാം അടിച്ചു മാറ്റി സ്വന്തം പേരിലാക്കി ഫ്ലക്സ് ബോർഡ് വെക്കാനാണോ നിങ്ങളെ ദില്ലിയിലേക്ക് അയച്ചിരിക്കുന്നത്? നിങ്ങൾ ദില്ലിയിൽ നിന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ജനപ്രതിനിധികളായിട്ട് ഇവിടുന്ന് പോയവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഭരിക്കുന്ന സർക്കാർ കട്ടുമുടിക്കുന്നു, എല്ലാം കൊള്ളയടിക്കുക. ഇതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ് കേരള യാത്ര പ്രതിഫലിപ്പിക്കുന്നത്. ഈ 2 മുന്നണികളെയും മാറ്റി നിർത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേരളം വരവേൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പദയാത്രയാണ് കേരള പദയാത്ര. ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ഉജ്ജ്വലമായിട്ടുള്ള മുന്നണിയാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ജനപിന്തുണയാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വൈകിയ വേളയിലും പദയാത്രയിൽ അണിനിരങ്ങാനെത്തിയ ആയിരക്കണക്കായ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ബോലോ ഭാരത് മാതാ കി.